സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ശ്രീ M ശിവശങ്കർ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി. ഒരു അപമാനവും തോന്നില്ലേ ശ്രീ ഷംസീർ? എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്ലോൾസ് പ്ലസ് ദുരഭിമാനമുള്ള ആളുകളല്ല. ഒന്ന് അഭിമാനം രണ്ടാമത്തെ കാര്യം ഷാനിയുടെ ഇപ്പോഴും അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കയറി ഇറങ്ങുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞ ശേഷം താങ്കൾക്ക് ഏത് വിശദീകരണത്തിലേക്കും പോകാം. മുഖ്യമന്ത്രി തന്നെ അതിന് വളരെ ക്ലിയർ ആയി പറഞ്ഞല്ലോ, അന്വേഷണം ഏത് ഓഫീസിൽ നേരെ വന്നാലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വമ്പന്മാരുണ്ടോ കൊമ്പന്മാരുണ്ടോ പിടിക്കട്ടെ. ഇത് അദ്ദേഹം ശുദ്ധമായതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. സമ്മതിച്ചു, ഭയപ്പെടുന്നുണ്ടോ ഭയപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷേ കേരളത്തിന്റെ അഭിമാനമാണ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സുതാര്യമായാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നത് ഓരോ കേരളീയന്റെയും അവകാശമാണ്. അവിടെയാണ് ഞങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ നോക്കി വേണം ഈ പറഞ്ഞ മൊഴിയിലെ 15 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും വ്യക്തത വരാത്ത ചോദ്യങ്ങളുടെ ഉത്തരം ഉറപ്പിക്കാൻ എന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അപമാനം എന്നത് ഓരോ കേരളീയനും ചോദിക്കാൻ അവകാശമുള്ള കാര്യമാണ് ശ്രീ ഷംസീർ. ഭയപ്പാടൊക്കെ നിങ്ങളുടെ കാര്യം. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഈ ഗവൺമെന്റ് സുതാര്യമായതുകൊണ്ടാണ് CCTV ഫുട്ടേജ് ഉൾപ്പെടെ എടുത്തോന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത്. തന്റെ തലക്ക് നെല്ലിക്കാട്ടാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ മറച്ചുവെക്കാൻ ഞങ്ങൾ സുതാര്യമായ ഈ ഓഫീസിൽ എന്താണ് നടന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ ഷംസീർ. ഞങ്ങൾ അതിനെ NIA കണ്ടെത്തട്ടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. രണ്ടാഴ്ച മുൻപ് വരെ ഈ സുതാര്യത എന്തായിരുന്നു എന്ന് പിന്നെ നിങ്ങളാണോ കണ്ടുപിടിച്ചത് ശ്രീ ഷംസീർ? നിങ്ങൾ കണ്ടുപിടിച്ചോ ശ്രീ ഷംസീർ? ഈ നിയമനം അനധികൃതമായിരുന്നു എന്ന്, തട്ടിപ്പായിരുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ പുറത്തു കൊണ്ടുവന്നത്? എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. വ്യാജരേഖ ഉപയോഗിച്ചാണ്, വ്യാജബിരുദം ഉപയോഗിച്ചാണ് സ്വപ്ന അവിടെ നിയമനം നേടിയതെന്ന് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ പുറത്തു കൊണ്ടുവന്നത്? സരിത്തുമായി അടക്കം ഫോണിലൂടെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ പുറത്തു കൊണ്ടുവന്നത്? നിങ്ങൾ എന്താ അന്വേഷിച്ച് കണ്ടുപിടിച്ചു? ഇനി രക്ഷയില്ല. ബിരിയാണി പോലും തേച്ചു പോയി. സ്വപ്ന സുരേഷ് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ നിങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. നിങ്ങൾക്ക് പറ്റിയോ? നിങ്ങൾക്ക് ഉത്തരം അതല്ല ഉദ്ദേശം. ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ വീണ്ടും വീണ്ടും ഉത്തരം ചോദിക്കരുത്. അതൊരു അർണബ് സ്റ്റൈലായി പോകും. വെറുതെ ചിരിപ്പിക്കരുത്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റൈൽ ഏതെന്നാണ് ശ്രീ ഷംസീർ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും സ്റ്റൈൽ എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. അത് താങ്കൾക്ക് പറയാൻ കഴിയണമല്ലോ. എല്ലാരും വിളിച്ചു.